ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ 21-ാം ദിവസത്തെ ആത്മോദയ ശതക പാരായണ മാസാചരണത്തിൻ്റെ സമാപനം ഇന്നലെ ആയിരുന്നു. ഇന്ന് ആത്മോദയ ശതകത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ പഠനം. ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കാൻ പലർക്കും വൈഷമ്യമായതുകൊണ്ട് എഴുതി തന്നാൽ മതി എന്ന് പറയുകയും അപ്രകാരം എഴുതി തന്നിട്ടുള്ള 8 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ ഇവിടെ വായിക്കുകയും പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് 8 ചോദ്യങ്ങളിലേക്ക് ആത്മോപദേശ ശതകത്തിൻ്റെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളിലേക്ക് ശ്രോതാക്കൾക്കും കാഴ്ചക്കാർക്കും സുസ്വാഗതം. ഇത് കേട്ട് മനസ്സിലാക്കി പോകുമല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ചോദ്യം 1. ഈ കൃതി രചിച്ചത് എന്നാണ്? ആത്മോദയ ശതകം 20 ദിവസവും കേട്ടവർക്കൊരു സ്വാഭാവികമായി തോന്നാവുന്നൊരു ചോദ്യമാണ്. എന്നായിരിക്കും ഗുരുസ്വാമികൾ ഇത് എഴുതിയത്? 1917 ഗുരുസ്വാമികൾ ഇതെഴുതിയത്. 1917. ചോദ്യം 2. എവിടെ വെച്ചാണ് രചിക്കപ്പെട്ടത്? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ആത്മോദയ ശതകമൊക്കെ നമ്മളിങ്ങനെ വായിച്ചും പഠിച്ചൊക്കെ വരുമ്പോൾ ഇതെവിടെ വെച്ച് എഴുതിയതായിരിക്കും? അതിനുള്ള ഉത്തരം, ഈ ആത്മാനുഭവം ഗുരുവിൻ്റെ ആത്മാനുഭവം ഉണ്ടായപ്പോൾ ഗുരു അരുവിപ്പുറത്ത് വിശ്രമിക്കുകയാണ്. ഈ കൃതി ആത്മബോധം എന്ന നാമകരണത്തിൽ അരുവിപ്പുറത്ത് വെച്ചാണ് രചിച്ചത്. അരുവിപ്പുറത്ത് പോയിട്ടില്ലാത്തവർ ഒന്ന് പോകുന്നതും മനോഹരമായ അരുവിപ്പുറത്തിൻ്റെ വിശുദ്ധിയും കാഴ്ചയും അനുഭവിക്കുന്നതും നന്നായിരിക്കും. ചോദ്യം 3. ആരാണ് ഈ കൃതി പ്രസിദ്ധീകരിക്കാൻ സജ്ജമാക്കിയത്? അതും ഒരു ചോദ്യമാണല്ലോ. ആരാണ് ഗുരുസ്വാമികൾ എഴുതി വെച്ചിട്ട് അത് അച്ചടിച്ച് നമ്മുടെ മുമ്പാകെ എത്തിക്കാൻ പരിശ്രമിച്ചത്? ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ. നമ്മളിത് പാരായണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, പലരും ഓർമ്മിക്കുന്നുണ്ടാവണം എന്നില്ലല്ലോ. ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് അതിൻ്റെ സംശോധനം പൂർത്തിയാക്കി നാരായണ ഗുരുസ്വാമികളോട് അതിൻ്റെ സംശയങ്ങൾ ചോദിച്ച് പറഞ്ഞ് കേൾപ്പിച്ച് തിരുത്തി അത് ഉറപ്പിച്ചത്. ചോദ്യം 4. ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏതു മാസികയിലാണ്? മനസ്സിലാവുന്നുണ്ടോ പറയണേ? ഏത് മാസികയിലാണെന്ന് അറിയാമോ? ഇല്ലല്ലോ. വിവേകോദയം എന്ന മാസികയിലാണ്, ശിവനിൽ നിറങ്ങിയിരുന്ന വിവേകോദയം എന്ന മാസികയിലാണ് ഇത് ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത്. മനസ്സിലായോ? ഓക്കെ. ഗുരു കൃതികളിൽ ഈ ഗ്രന്ഥത്തിൻ്റെ സ്ഥാനം എന്താണ്? ഗുരുസ്വാമികൾ ഏതാണ്ട് 75 കൃതികൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ എന്താ പ്രാധാന്യം? ഗുരുവിൻ്റെ വേദാന്ത കൃതികളിൽ ഉത്തമ സ്ഥാനം വഹിക്കുന്ന കൃതിയാണ് ഇത്. ദാർശനിക ഗ്രന്ഥം, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു നമ്മൾ. ഇതൊരു ദാർശനിക ഗ്രന്ഥമാണ്. 75ഓളം കൃതികളിൽ ഏറ്റവും അത്യുത്തമമായ ദാർശനിക വേദാന്ത ശാസ്ത്ര ഗ്രന്ഥമാണ് ആത്മോപദേശ ശതകം. 6. എന്താണ് ഈ കൃതിയുടെ പ്രത്യേകത? അതിന് ഉത്തരം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. വേദാന്ത ശാസ്ത്രത്തിലെ അന്തിമ സിദ്ധാന്തങ്ങൾ, ആത്മസ്വരൂപം, അതുപോലെ ആത്മബോധം, പിന്നെ എന്താണ് സാധനാ മാർഗങ്ങൾ, അനുഭൂതി ദശകൾ, ഇതൊക്കെയും സമഗ്രമായി പ്രതിപാദിക്കുന്ന ഉന്നത വേദാന്ത ദർശന ഗ്രന്ഥമാണ്. അപ്പോൾ നമ്മൾ വായിച്ച ആത്മശതകത്തിന് പ്രാധാന്യം പിടിയിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് പിടിയിട്ടുണ്ടല്ലോ. അതാണ് അതിൻ്റെ കാര്യം. 7. ഈ പാരായണം ചെയ്യുന്നത് കൊണ്ടുള്ള
പ്രയോജനം ഇത് പാരായണം ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം. ഒരു പ്രയോജനം വേണ്ടേ, നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവണ്ടേ? എന്താ ഗുണം? ഈ കൃതിയുടെ നിരന്തരമായ പാരായണം നമ്മെ ആത്മബോധികളാക്കി മാറ്റും. മനസ്സിലായോ? പിടികിട്ടുണ്ടോ? ആത്മബോധികളാക്കി മാറ്റും. ആത്മബോധത്തിന്റെ ഫലം നമ്മൾ ഓരോരുത്തരും ഉറപ്പുറ്റ അദ്വൈതികളായി മാറുമെന്നുള്ളതാണ്. അതുവഴി ജീവൻ മുക്തി ലഭിക്കുകയും ചെയ്യും. ആത്മബോധികൾക്കാണ് ജീവൻ മുക്തി ഉണ്ടാവുക. അത്തരം ആളുകൾ മരിക്കുകയല്ല ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലത്. അവരുടെ ആത്മം ശരീരത്തിൽ നിന്ന് പോകുന്നതിനെയാണ് നമ്മൾ സമാധി എന്നൊക്കെ പറയണത്. മനസ്സിലായോ? യെസ്. നമുക്ക് അവസാനത്തെ ചോദ്യം ചോദിക്കാം. 8ാമത്തെ ചോദ്യം. ഗുരുവിൻ്റെ അനുഭൂതിയാണ് ഈ കൃതി എന്ന് പറഞ്ഞല്ലോ. അതെന്താണ്? ഗുരുവിൻ്റെ അനുഭൂതി കൊണ്ടാണല്ലോ ആത്മശതകം ഉണ്ടായത്. അതെന്താണ്? അദ്വൈതാനുഭൂതി എന്നാണ് അതിൻ്റെ ഒറ്റ വാക്കിലെ ഉത്തരം. ഇത്രയോട് വിശദീകരിച്ചാൽ ശാസ്ത്രബോധ്യവും അനുഭവ ഭാഗ്യവും ഇല്ലാത്തവർക്ക് ഈ കൃതി പെട്ടെന്ന് വഴങ്ങിക്കൊള്ളണം എന്നില്ല. ഒന്നുകൂടെ പറയാം. ആത്മബോധ്യം, ശാസ്ത്രബോധ്യം ഉണ്ടാവണം. അത് തന്നെയാണ് ആത്മബോധ്യം. ഒപ്പം അനുഭവം ഉണ്ടാവണം. അപ്പോൾ ഈ രണ്ടുള്ളവർക്ക് ഇത് വഴങ്ങുള്ളൂ. മനസ്സിലാവണ്ടല്ലോ? അങ്ങനെയാണെന്ന് വെച്ചാൽ നിരന്തര പാരായണമാണ് ഇത്. വഴങ്ങാൻ നിരന്തര പാരായണമാണ് ഏക പോംവഴി. അത് മനസ്സിലായോ? 8 ചോദ്യത്തിൻ്റെ ചോദ്യങ്ങളാണ് കിട്ടിയത്. അതിൻ്റെ ഉത്തരങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പ്രിയപ്പെട്ടവർക്കെല്ലാം നന്ദി. ചോദ്യങ്ങൾ തന്നവർക്കും നന്ദി. ഉത്തരം കേൾക്കാൻ വന്നിരുന്നവർക്കും നന്ദി. നാരായണ ഗുരുസ്വാമികളുടെ ആത്മോദയ ശതകത്തിൻ്റെ അവസാന ഭാഗം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ചോദ്യോത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നാളെ മുതൽ വരുന്ന 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന നാരായണ ധർമ്മം എന്ന ഭഗവാന്റെ കൃതി അതെന്താണ് എന്നൊക്കെ നമുക്ക് അടുത്ത ദിവസം പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് സഹകരിച്ച എല്ലാവർക്കും ഭഗവാൻ നാരായണ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ തൽക്കാലം ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് വിടവാങ്ങിക്കൊള്ളട്ടെ. നിങ്ങളുടെ സ്വന്തം കൊടുവഴങ്ങ ബാലകൃഷ്ണൻ മാസ്റ്റർ. നന്ദി, നന്ദി, നമസ്കാരം. ശുഭം. അനുഭവം ആനന്ദ്.